നന്മയിൽ നിന്ന് ഒന്നും നിസ്സാരമായി കാണരുത്. താങ്കളുടെ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ഫേസ് ചെയ്യുന്നത് പോലും സദഖയാണ്. പ്രവാചകൻ പറയുന്നു, യഅദിലു ബൈനൽ ഇസ്നൈനി സദഖ. രണ്ടാളുകൾക്കിടയിൽ നീതിപൂർവം വിധിക്കൽ അല്ലെങ്കിൽ രണ്ടാളുകൾക്കിടയിൽ നീതി നടപ്പിലാക്കൽ സദഖയാണ്. നിങ്ങളിൽ ഒരാൾ തൻ്റെ വാഹനത്തിലേക്ക് മറ്റൊരാളെ കയറാൻ സഹായിക്കുക, ആ വ്യക്തിയുടെ ലഗേജ് വാഹനത്തിലേക്ക് വെച്ചു കൊടുക്കൽ സദഖയാണ്. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ കലിമത്തു ത്വയ്യിബത്തു സദഖത്തുൻ. നല്ല ഒരു വാക്ക് സദഖയാണ്. അഞ്ചാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുല്ലു ഖത്വത്തിൻ യഖ്തൂഹാ ഇല സ്വലാത്തി സദഖത്തുൻ. ഒരു വ്യക്തി നമസ്കരിക്കാൻ വേണ്ടി നടക്കുമ്പോൾ എടുത്തു വെക്കുന്ന ഓരോ കാൽപാദങ്ങൾക്കും സദഖയുടെ പ്രതിഫലമാണ്. ആറാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയുമീതുൽ അദ അനി ത്വരീഖി സദഖ. വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കൽ സദഖയാണ്. ഇതിൽ ഏഴാമത് നമുക്ക് മനസ്സിലാക്കാം, ഫകുല്ലു തസ്ബീഹത്തിനു സദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയൽ സദഖയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഏതു വാക്കുകളും അത് സദഖയാണ്. എട്ടാമത്തത് വകുല്ലു തഹ്മീദത്തിനു സദഖ. എല്ലാ ഹംദുകളും അഥവാ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അത് ഏത് സന്ദർഭത്തിലെ അൽഹംദു ആണെങ്കിലും കുഴപ്പമില്ല. നമസ്കാര ശേഷമുള്ള ദിക്റുകളിലോ അല്ലാതെ തന്നെ നാം പറയുന്ന അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഹംദുകൾ അഥവാ എല്ലാ ഹംദുകളും സദഖയാണ്. ഒമ്പതാമത് പ്രവാചകൻ പറഞ്ഞു, വകുല്ലു തഹ്ലീലത്തിനു സദഖ. എല്ലാ തഹ്ലീലത്തും അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറയൽ. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിക്റുകളുടെ സന്ദർഭത്തിലാണെങ്കിലും ശരി, മറ്റു ഏത് സന്ദർഭത്തിലാണെങ്കിലും ശരി, ഒരാൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കുമ്പോൾ, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന തൗഹീദിൻ്റെ കലിമത്ത് പറയുമ്പോൾ അത് ധർമ്മമായി സദഖയായി പരിഗണിക്കപ്പെടുന്നു. പത്താമത് പ്രവാചകൻ പറഞ്ഞു, വകുല്ലു തക്ബീറത്തിൻ സദഖ. എല്ലാ തക്ബീറുകളും സദഖയാണ്. അള്ളാഹു അക്ബർ എന്ന് പറയുന്ന എല്ലാ തക്ബീറുകളും സദഖയാണ്. 11ാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, വ അംറുൻ ബിൽ മാറൂഫി സദഖത്തുൻ. ഒരു നന്മ കൽപ്പിക്കൽ സദഖയാണ്. 12ാമത് പ്രവാചകൻ പറഞ്ഞു, വനഹിയുൻ അനിൽ മുൻകരി സദഖത്തുൻ. ഒരു തെറ്റിൽ നിന്ന് വിലക്കുക എന്നതും സദഖയാണ്. 13ാമത്തെ കാര്യമായി നമുക്ക് മനസ്സിലാക്കാം, വഅൗനുർ റജുലി അഖാഹു അല ശൈഇ സദഖത്തുൻ. ഒരു വ്യക്തി തൻ്റെ സഹോദരനെ ഏത് വിഷയത്തിൽ സഹായിച്ചാലും അത് സദഖയാണ്. പണം കൊണ്ട്, ശരീരം കൊണ്ട്, അറിവ് കൊണ്ട്, അങ്ങനെ തുടങ്ങിയ ഒരു വ്യക്തിക്കൊരു സഹായം ആവശ്യമുണ്ട്. അത് ദീനിൻ്റെ കാര്യമാകട്ടെ ദുനിയാവിൻ്റെ കാര്യമാകട്ടെ. 14ാമത് പ്രവാചകൻ പറഞ്ഞു, വശുർബത്തു മിനൽ മാഇ യസ്ഖീഹാ സദഖത്തുൻ. ഒരു വ്യക്തി മറ്റൊരാൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുത്താൽ അതിലെ ഓരോ കുടിക്കലും സദഖയാണ്. 15ാമത്തെ സദഖയായി മനസ്സിലാക്കാം, വദല്ലു ത്വരീഖി സദഖത്തുൻ. ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കൽ സദഖയാണ്. 16ാമത്തെ കാര്യമായി നമുക്ക് മനസ്സിലാക്കാം, വമഹ്മ അൻഫഖ്ത ഫഹുവ ലക സദഖത്തുൻ. നിങ്ങൾ ചെലവഴിക്കുന്നതൊക്കെ സദഖയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫക്കീറിനോ മിസ്കിനോ കൊടുക്കുന്നത് മാത്രമല്ല സദഖ. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ കുടുംബക്കാരുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പണം ചെലവഴിക്കുന്നുണ്ടല്ലോ, അതെല്ലാം സദഖയാണ്.